ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് ലോകത്ത് എണ്ണ വിതരണത്തിൽ ചെറിയ ബ്ലോക്ക് സംഭവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഡീസൽ, പെട്രോള്, ഗ്യാസ് മറ്റുള്ള ലഭ്യത കുറയുകയും വില വർധനവുള്ള ചാൻസ് വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് നിത്യോപവസ്തുക്കൾക്കെല്ലാം വില വർദ്ധിക്കും. എല്ലാ രീതിയിലും ജനങ്ങളുടെ ചെലവ് വർദ്ധിക്കും. 10 രൂപ ഉണ്ടായിരുന്നതിൽ 30 രൂപയായിട്ട് അത് വർദ്ധിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഈ കടലിലേക്ക് തുറക്കുമെന്ന് പറയുന്നു. അത് ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ഒരു ചർച്ച നടത്തും, ഇന്ത്യ ഇസ്രായേലിൻ്റെ ഒപ്പമാണോ അതോ ഇറാൻ്റെ ഒപ്പമാണോ അതോ മൗനം പാലിക്കുകയാണോ, ഇരുപക്ഷത്തും ഇല്ലാണ്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണോ എന്നുള്ള ഒരു ചർച്ച അതിശക്തമായി നടന്നു. പക്ഷേ ഇന്ത്യക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഒപ്പം നിന്നേ മതിയാവും. എന്നാ കാരണം എന്ന് വെച്ചാൽ ഈ എണ്ണയുടെ ഇപ്പോൾ 35% അവരുടെ കയ്യിലാണ്. അപ്പം അവരിൽ നിന്ന് എണ്ണ കിട്ടിയാൽ മാത്രമാണ് ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇറാൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിൽ നിന്ന് മാത്രം എണ്ണ ആശ്രയിച്ച് ഒരിക്കലും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഒരു തീരുമാനമെടുത്തു. അതിന് അമേരിക്കയുടെ അനുമതി കിട്ടിയാൽ മാത്രമാണ് വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒട്ടനവധി പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇത് മതത്തിൻ്റെ പേരിലെല്ലാം തിരിഞ്ഞ് പല ചർച്ചകളിലേക്ക് നീങ്ങുന്നു. ഇനി എന്താകുമെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം.